ഹായ്, നമസ്കാരം. നമ്മുടെ ഐഫോൺ 16 ഒക്കെ ഇപ്പോൾ ഇറങ്ങിയേക്കുകയാണ്. നമ്മുടെ നാട്ടിലുള്ളവരടക്കം ഈ ഐഫോണൊക്കെ എടുക്കാൻ തുടങ്ങി. പക്ഷേ ഒരു കുറച്ച് നാൾ മുമ്പ് നമ്മൾ നോക്കിയായിരുന്നെങ്കിൽ ഈ ഐഫോണൊക്കെ ഗൾഫുകാരുടെയൊക്കെ ഒരു വസ്തുവായിരുന്നു. നമുക്കൊക്കെ അത്ഭുതമായിരുന്നു. ഇത് ഞാൻ പറയാൻ കാരണം നമ്മുടെ ആരോഗ്യ ഇൻഷുറൻസ് മേഖലയിലും ചില കാര്യങ്ങളുണ്ട്. നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ പഴയ കാലത്തൊക്കെ മോഡേൺ ട്രീറ്റ്മെൻറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വലിയ പരിചയമൊന്നുമില്ലായിരുന്നു. അന്ന് അതുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ലായിരുന്നു. അത് കാരണം തന്നെ നമ്മൾ ആ പ്ലാനിന് വേണ്ടി അധികം പൈസയൊന്നും മുടക്കാറില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ കാലം മാറി. ഇപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള മെയിൻ ഹോസ്പിറ്റലെല്ലാം മോഡേൺ ട്രീറ്റ്മെൻറ്റുകൾ വന്നു കഴിഞ്ഞു. ഈ റോബോട്ടിക് സർജറിയൊക്കെ അത്രയ്ക്കും വിജയശതമാനം കൂടുതലാണ്. അത് കാരണം തന്നെ ആൾക്കാർക്ക് കൂടുതൽ താല്പര്യം അതുപോലെയുള്ള സർജറികളാണ്. നമ്മൾ ഇനിയുള്ള കാലങ്ങളിൽ ആരോഗ്യ ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഉറപ്പായും പ്രീമിയത്തിൻ്റെ കുറവ് കണ്ട് പഴയ പ്ലാൻ എടുക്കാതെ ഏറ്റവും മികച്ച പ്ലാൻ തന്നെ ഇപ്പോഴെടുക്കുക. കാരണം നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അവരെ ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് തിരികെ ലൈഫിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഇതുപോലെയുള്ള മോഡേൺ ട്രീറ്റ്മെൻറ്റ് കവറേജുകൾ നിർബന്ധമായും വേണം. നമ്മുടെ ഏജൻറ്റുമാർ ചിലരെ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ഏജൻറ്റ് മോഡേൺ ട്രീറ്റ്മെൻറ്റുള്ള പ്ലാനുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്ലാനിനെക്കാട്ടിലും പ്രീമിയം കുറഞ്ഞ പ്ലാനാണ് പഴയ പ്ലാനുകൾ. ആ പ്ലാൻ പറഞ്ഞ് അവരെ കൊണ്ട് പോളിസി എടുപ്പിക്കുകയാണ്. പക്ഷേ പിന്നീട് ക്ലെയിമുകൾ വരുമ്പോൾ നമ്മളാണ് അനുഭവിക്കേണ്ടത്. നമ്മൾ പൈസ മുടക്കി എടുത്ത ഒരു ഇൻഷുറൻസിന് 50% മാത്രമേ മോഡേൺ ട്രീറ്റ്മെൻറ്റിൽ ലഭിക്കൂ എന്നൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ബുദ്ധിമുട്ടാണ്. അത് കാരണം നമ്മൾ മികച്ച പ്ലാൻ തന്നെ എടുക്കുക. പഴയ പ്ലാൻ ഉള്ളവർ ഇതുപോലെയുള്ള 100% റോബോട്ടിക് സർജറിക്കൊക്കെ കിട്ടുന്ന പ്ലാനിലേക്ക് പെട്ടെന്ന് തന്നെ ചേഞ്ച് ചെയ്യുക. നമുക്കൊരു മാരക രോഗമോ അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള ഒരു അപകടമോ ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നീട് പ്ലാൻ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. കൂടുതൽ അറിയാൻ വിളിച്ചാൽ മതി, പറഞ്ഞുതരാം.